നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ, എനിക്കത് അറിയാമായിരുന്നു? അല്ലെങ്കിൽ ഷവർ എടുക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഉൾക്കാഴ്ച ലഭിക്കുന്നു, ഇൻസൈറ്റ് ലഭിക്കുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഫോൺ അടിക്കുമ്പോൾ അത് അയാളാണെന്ന തോന്നൽ. കാരണമൊന്നുമില്ലാതെ അത് അങ്ങനെയാണെന്ന് മനസ്സിലുണ്ടാകുന്ന ബോധ്യം. ഇൻറ്റ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഇതിന്റെ കീഴിൽ വരുന്ന 4 പ്രധാനപ്പെട്ട സൈക്കിക് എബിലിറ്റീസ് 4 ക്ലെയേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ക്ലെയർ ഓഡിയൻസ്, സ്വരങ്ങൾ കേൾക്കുന്നത്; ക്ലെയർ വോയൻസ്, ഇമേജസ് കാണുന്നത്; ക്ലെയർ സെന്റിയൻസ്, ഫീലിംഗ്സ് തിരിച്ചറിയുന്നത്; ക്ലെയർ കൊഗ്നിസൻസ്, നോയിങ്, കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകുന്നത്. നമ്മളെ എല്ലാവർക്കും തന്നെ ഈ 4 ഏരിയാസിൽ ഏതെങ്കിലും ഒന്നിലോ അതിൽ കൂടുതലോ, കുറഞ്ഞ അളവിലോ കൂടുതൽ അളവിലോ ഉണ്ടായിരിക്കാം. ഏതായാലും പ്രാക്ടീസിലൂടെ അവയെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 4 സൈക്കിക് എബിലിറ്റീസിലെ ക്ലെയർ കൊഗ്നിസൻസ് എന്ന സൈക്കിക് എബിലിറ്റിയെ കുറിച്ചാണ്. ക്ലെയർ കൊഗ്നിസൻസ് എന്നത് ക്ലിയർ നോയിങ് ആണ്. നിങ്ങൾക്കൊരു കാര്യം അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാകും എന്നുള്ള അറിവുണ്ടായിരിക്കാം. കൃത്യമായ ലോജിക്കലായ കാരണങ്ങളൊന്നും അതിനെ ബാക്കപ്പ് ചെയ്യാൻ ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണത്. അത് ചിലപ്പോഴൊക്കെ വളരെ സഹായകരമായ, ജീവൻ പോലും രക്ഷിക്കാൻ കാരണമായ അനുഭവങ്ങൾ പലരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ ക്ലെയർ കൊഗ്നിസന്റ് ആയ ഒരു വ്യക്തിയാണോ എന്ന് തിരിച്ചറിയാൻ ചില സൈൻസ് താഴെ പറയുന്നു. ആദ്യമായി, നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കുന്നു. മറ്റുള്ളവരുടെ കൂടെ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഒരാൾ പറഞ്ഞു തീരുന്നതിന് മുൻപ് മറ്റേ വ്യക്തി പറയാൻ ഉദ്ദേശിച്ച കാര്യം പൂർത്തീകരിക്കുന്ന ഒരാളായിരിക്കാം. മറ്റൊന്നാണ് ഹാവ് പവർഫുൾ സ്പെസിഫിക് ഹഞ്ചസ്. മറ്റൊരു വ്യക്തി സംസാരിക്കുമ്പോൾ എല്ലാവരും ആ വ്യക്തിയെ വിശ്വസിച്ചാലും അയാൾ നുണ പറയുകയാണ്, ഫേക്കായി പെരുമാറുകയാണ്, ഡിസോണസ്റ്റ് ആണ് എന്ന ഒരു ഇൻറ്റ്യൂഷൻ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. മറ്റൊന്നാണ് യു ആർ എ പ്രോബ്ലം സോൾവർ. നിങ്ങളൊരു നല്ല പ്രോബ്ലം സോൾവർ ആകാം. പസിൽസ് പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള കഴിവ്, മറ്റാളുകൾ കാണാത്ത പാറ്റേൺസും കണക്ഷൻസും നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടുന്നുണ്ടാകും. നിങ്ങളുടെ കൂടെയുള്ള പരിചയത്തിലുള്ള ആർക്കെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ നിങ്ങളെയാണ് അവർ സമീപിക്കുന്നത്, അവരുടെ വിഷമം ഡിസ്കസ് ചെയ്യാൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ വിശേഷതയുള്ള വ്യക്തിയായിരിക്കാം. മറ്റൊന്നാണ് യു ക്യാൻ സെൻസ് അതേഴ്സ് എനർജി. മറ്റുള്ളവരിൽ നിന്നുള്ള എനർജി നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. അത് ഈ വ്യക്തിക്ക് തന്റെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റു പല പ്രത്യേകതകളാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ കുറെ സമയം ചിന്തയിൽ മുഴുകുന്നതും ഒരു കാര്യത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാനുമുള്ള അവരുടെ കഴിവ്. സെൽഫ് ലേണിംഗ്, പുസ്തകങ്ങളിലൂടെയും മറ്റു പല റിസോഴ്സിലൂടെയും സ്വയം പഠിക്കാനുള്ള കഴിവ്. അതുപോലെ നാച്ചുറലായി എഴുതുവാനും അങ്ങനെ തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിക്കുവാനുമുള്ള കഴിവ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. ഇനി ക്ലെയർ കൊഗ്നിസൻസ് എന്ന സൈക്കിക് എബിലിറ്റി എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു വളരെ ഇഫക്റ്റീവായ ടെക്നിക്കാണ് ഓട്ടോമാറ്റിക് റൈറ്റിംഗ്. ഈ ഒരു ടെക്നിക് ക്ലിയർ നോയിങ്ങിനെ ആക്സസ് ചെയ്യാൻ നല്ലൊരു വഴിയാണ്. ഇവിടെ സ്വസ്ഥമായി മറ്റു ഡിസ്റ്റർബൻസസ് ഒന്നുമില്ലാത്ത ഒരു സമയം കണ്ടെത്തി മെഡിറ്റേറ്റീവായ ഒരു സ്റ്റേറ്റിൽ അരമണിക്കൂറോളം ഇരിക്കാം. കൂടെ ഒരു പുസ്തകവും പേനയും എടുത്ത് നിങ്ങളുടെ ഹയർ സെൽഫിനോട് ഒരു ചോദ്യം ചോദിക്കാം. അതിനുശേഷം വെറുതെ എഴുതി തുടങ്ങാം. ചോദ്യത്തിനുള്ള ഉത്തരത്തെക്കുറിച്ച് ചിന്തിക്കാതെ വെറുതെ എഴുതാം. ഇങ്ങനെ പരിശീലിക്കുന്നത് നമ്മുടെ ക്ലിയർ കൊഗ്നിസൻസ് വളർത്തിയെടുക്കാൻ സഹായകരമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ അത് ഫേക്ക് ആണെന്നെല്ലാം നമുക്ക് ആദ്യം തോന്നിയേക്കാം. എന്നാൽ സാവധാനം പരിശീലനത്തിലൂടെ ആ ഒരു ഗൈഡൻസ് കൂടുതൽ വ്യക്തമായി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. മറ്റൊരു വഴിയാണ് സെറ്റിംഗ് ആൻ ഇന്റൻഷൻ. എനിക്ക് ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസ് വേണം എന്ന ഇന്റൻഷൻ സെറ്റ് ചെയ്യുന്നത്. ആ ഒരു ഇന്റൻഷൻ എഴുതി വെക്കുക. ദിവസവും അത് 2 തവണയെങ്കിലും ഉറക്കെ വായിക്കുകയോ പറയുകയോ ചെയ്യാം. മൂന്നാമത്തെ ഒരു വഴിയാണ് മെഡിറ്റേഷൻ. ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുന്നത് വഴി കോൺസെൻട്രേഷൻ കൂടുവാനും സ്ട്രെസ് കുറയുവാനും അങ്ങനെ ഇന്നർ സെൽഫുമായി കൂടുതൽ കണക്റ്റഡ് ആകാനും അത് കാരണമാവുന്നു. ഇതുമൂലം നമുക്ക് കൂടുതൽ ഇൻറ്റ്യൂഷൻസ് ലഭിക്കുവാനും അത് വ്യക്തമായി തിരിച്ചറിയുവാനും സാധിക്കുന്നതാണ്. ഒരു ചിന്തയും ക്ലെയർ കൊഗ്നിസൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിൽ തോന്നിയേക്കാം. ചിന്തകൾ പൊതുവെ വളരെ ജഡ്ജ്മെന്റിലും റാഷണലും ഈഗോ അടങ്ങിയതുമായിരിക്കും.
എന്നാൽ ക്ലെയർ കൊഗ്നിസൻസ് വഴി കിട്ടുന്ന ഉൾക്കാഴ്ചകൾ വളരെ താഴ്ന്ന സ്വരത്തിലുള്ളതും എന്നാൽ ഉറച്ചതും എപ്പോഴും യുക്തിപരമായി തോന്നാത്തതും ഒപ്പം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കണമെന്നും ഇല്ല. ഇൻറ്റ്യൂഷൻസ് ഒരു ഗിഫ്റ്റാണ്. അത് നമ്മളിൽ എല്ലാവരിലും കുറഞ്ഞോ കൂടിയതോ ആയുള്ള അളവിലുണ്ട്. നമ്മൾ ദിവസവും അതിലേക്ക് ട്യൂണിൻ ചെയ്യാൻ പരിശീലിച്ചുകൊണ്ടിരുന്നാൽ സാവധാനം അവയെ കൂടുതൽ ശക്തമാക്കിയെടുക്കുവാൻ, വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അവ കൂടുതൽ ശക്തമാകുമ്പോൾ ചിന്തകളെയും ഇൻറ്റ്യൂഷൻസിനെയും തമ്മിൽ എളുപ്പത്തിൽ വേർതിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്നു, "ദി ഓൺലി റിയൽ വാല്യുബിൾ തിങ് ഇസ് ഇൻറ്റ്യൂഷൻ. ദി ഇൻറ്റ്യൂട്ടീവ് മൈൻഡ് ഇസ് എ സീക്രട്ട് ഗിഫ്റ്റ്."